നിനക്കായി മാത്രം ഭാഗം 7. ഹോ, ഏട്ടനായിരുന്നോ? ഞാൻ ആരാണെന്ന് കരുതി പേടിച്ചുപോയി. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയിരുന്നു. വൈശാഖിൻ്റെ കൈകൾ അവളുടെ മുഖത്തൊന്ന് ഉയർന്നു താഴ്ന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായി വേദനിക്കുക മാത്രമല്ല, അവൾ ഒന്നാകെ ഞെട്ടിപ്പോവുകയും ചെയ്തിരുന്നു. അടികിട്ടിയ കവിളിൽ കൈവച്ചുകൊണ്ട് അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. വേണ്ടെന്ന് ഞാൻ ഒരു തവണ നിന്നോട് പറഞ്ഞു തന്നതാണ്. ഇത് നീ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. ഏട്ടാ, ഞാനൊന്നും... അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. ഇനി എനിക്കൊന്നും കേൾക്കണ്ട. ഒരു തവണ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ വാണിങ് ചെയ്തതുമാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണയായി. ഇനി ഇത് പറ്റില്ല വാവേ. ഞാൻ ഈ കാര്യം അച്ഛനോട് പറയുക തന്നെ ചെയ്യും. അപ്പോഴാണ് അവൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലായത്. തന്നെയും ഹരിയേട്ടനെയും ഏട്ടൻ ഒരുമിച്ച് കണ്ടിരിക്കുന്നു. അവളുടെ ഉള്ളിലൂടെ പേടിയോടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഏട്ടാ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവനെ ഒന്ന് അനുനയിപ്പിക്കാൻ എന്ന രീതിയിൽ അവൾ അവനെ വിളിച്ചു. പക്ഷേ അവൻ്റെ മുഖത്ത് അവനെടുത്ത തീരുമാനത്തിൽ നിന്നും മാറില്ല എന്നുള്ള ഭാവമായിരുന്നു. ഇനി നീ എന്നോടൊന്നും പറയണ്ട. എനിക്കിനി നിന്റെ വായിൽ നിന്നൊന്നും കേൾക്കുകയും വേണ്ട. അന്ന് കണ്ടത് ഞാൻ ക്ഷമിച്ചതാണ്. എന്നിട്ട് നീ വീണ്ടും... അവനത് പറഞ്ഞൊന്ന് നിർത്തി. അവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൻ കണ്ടില്ല എന്ന് തന്നെ നടിച്ചു. അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് നീ അവനെ സ്നേഹിക്കുന്നത്? എന്തുറപ്പാണ് നിനക്കവനെ വിവാഹം ചെയ്യാൻ കഴിയുന്നതിനുള്ളത്? ചോദ്യങ്ങളുടെ പുറത്ത് ചോദ്യങ്ങൾ കൊണ്ട് അവൻ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം നീ ശരിക്ക് കേട്ടോ വാവേ. വേറെ ആരെയും വിവാഹം ചെയ്താലും അവനെ നീ വിവാഹം ചെയ്യില്ല. പറയുന്നത് ഞാനാണ്. അവൻ അവളെ താക്കീത് ചെയ്യുന്നത് പോലെ പറഞ്ഞു. അതിലെനിക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ എന്തിന്? നിന്റെ പോലും സമ്മതം വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്തായാലും നീയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും വരൻ അവനാവില്ല. വൈശാഖ് അല്പം ശബ്ദമുയർത്തി തന്നെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവളോട് പറഞ്ഞു. അതുകൂടി കേട്ടതും ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണുകളിൽ പെട്ടെന്ന് എന്തിനോ വേണ്ടി ദേഷ്യം കയറി. കണ്ണിൽ നിന്ന് മിഴിനീർ ഒഴുകുന്നുണ്ടെങ്കിലും ഉള്ളിൽ ദേഷ്യം ആളിക്കട്ടി. എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണ്, ഏട്ടനല്ല. അവനത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവളുടെ ശബ്ദം ഉയർന്നിരുന്നു. അവളുടെ ആ മറുപടിയിൽ ഒരു നിമിഷം അവനൊന്ന് ഞെട്ടിപ്പോയിരുന്നു. കാരണം വൈകി അങ്ങനെ ശബ്ദം ഉയർത്തിയൊന്നും സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ശാന്തമായ സ്വഭാവമാണ്. എങ്കിലും തന്നോട് വഴക്കും പരിഭവവും കുസൃതിയും കുറുമ്പും ഒക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയൊക്കെ തന്നോട് മാത്രം കാണിക്കുമെങ്കിലും ഇത്രയും ദേഷ്യത്തിലൊരു കാര്യം തന്നോടായാലും പുറത്തായാലും പറയുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഒരു നിമിഷം അവൻ അവളോട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവളുടെ പെരുമാറ്റത്തിൽ സ്റ്റക്കായി നിന്ന് പോയി. എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ രണ്ടും കൂടി വാതിലടച്ചിരുന്ന് തല്ലുപിടിക്കുവാണോ? പെട്ടെന്ന് വാതിലിൽ തട്ടിക്കൊണ്ടുള്ള അമ്മയുടെ ശബ്ദം പുറത്തുനിന്ന് കേട്ടിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞാലോ എന്ന് കരുതി വൈക ഞെട്ടലോടെയാണ് അവനെ നോക്കിയത്. ഒന്നുമില്ലമ്മ, ഞങ്ങൾ ഫോണിൽ ഗെയിം കളിക്കുക. ശബ്ദം ഒന്ന് മയപ്പെടുത്തിക്കൊണ്ട് അവൻ വാതിൽ തുറക്കാതെ അവിടെ തന്നെ നിന്ന് പറഞ്ഞു. അവളോട് ഇങ്ങോട്ട് വരാൻ പറയും. കോളേജിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അത് ഒന്നും കഴിക്കാതിരുന്ന് രണ്ടും കൂടി ഗെയിം കളിക്കുന്നു. ചേട്ടനും കണക്കാ, അനിയത്തിയും കണക്കാ. പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മെലിഞ്ഞ് അവളാകെ ഒരു കോലായിട്ടുണ്ട്. വന്ന് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടിരുന്ന് ഗെയിം കളിക്കുവോ, തലകുത്തി മറിയുവോ, രണ്ടും കൂടി ഇടിയിടുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യ്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ താഴേക്ക് ഇറങ്ങി പോകുന്നതിനനുസരിച്ച് അമ്മയുടെ ശബ്ദം കുറഞ്ഞു വരുന്നത് രണ്ടുപേരും മുറിയിൽ നിന്ന് കേട്ടു. ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് വാവേ നിനക്ക് നല്ലത്. ഈ ബന്ധം ഒട്ടും നല്ലതിന് വേണ്ടിയല്ല. ഞാനീ പറഞ്ഞു തരുന്നത് നിന്റെ നല്ലതിനാണെന്ന് കൂടി നീ ഓർക്കണം. അവൻ സമാധാനപരമായിട്ട് അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഏട്ടൻ നിന്റെ ദോഷത്തിന് വേണ്ടിയോ നല്ലതല്ലാത്ത കാര്യത്തിന് വേണ്ടിയോ ഒന്നും പറയില്ലെന്നറിയാമല്ലോ. ഞാനീ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ്. ഈ ബന്ധം അതിവിടെ കൊണ്ട് ഉപേക്ഷിച്ചേക്കുവാവേ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് അരുമയായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. എൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യുവാവേ, ഇനി ഈ ബന്ധം നീ തുടർന്നു പോയില്ലെന്ന്. അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ നീട്ടിയ കൈകളിലേക്കും അവൻ്റെ മുഖത്തേക്കും വൈക മാറി മാറി നോക്കി. അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞേ കേട്ടാ. അവൻ്റെ മുഖത്ത് നിന്ന് തൻ്റെ മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പതിഞ്ഞ ശബ്ദമായിരുന്നുവെങ്കിലും വല്ലാത്ത ഉറപ്പായിരുന്നു അവളുടെ ശബ്ദത്തിൽ. വൈശാഖ് ഞെട്ടലോടെ കൈ താഴ്ത്തി. നീ നീ എന്തൊക്കെയാ വാവി പറയുന്നത്? ഞെട്ടലായിരുന്നു അവനിൽ. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരു നോവ്, വല്ലാത്ത ഭാരം പോലെ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഏട്ടാ. ഹരിയേട്ടൻ ഇല്ലാത്തൊരു ജീവിതം എനിക്കുണ്ടാവില്ല. ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഹരിയേട്ടന് മാത്രമായിരിക്കും. പതിയെയുള്ള ശബ്ദത്തിലായിരുന്നു അവൾ സംസാരിച്ചിരുന്നത്. എങ്കിലും ആ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. അവനോടുള്ള പ്രണയത്താൽ ഉരുവായ ഉറപ്പ്, അവനിലുള്ള ആത്മവിശ്വാസം. ഇത് നടക്കില്ല വാവേ.
വേറെ എന്തൊക്കെയാണെങ്കിലും ഇത് നടക്കുന്ന പ്രശ്നമില്ല. ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന വരുമരാഴികളൊന്നും നിനക്കറിയില്ല. എനിക്കറിയാം ഏട്ടാ, ഇതിന് ശേഷം എന്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്. അതെല്ലാം നേരിടാൻ ഞാൻ തയ്യാറുമാണ്. അവളുടെ ആത്മവിശ്വാസത്തോടെയുള്ള സംസാരത്തിൽ തളർന്നു പോകുന്നത് വൈശാഖായിരുന്നു. അവളോട് ഇനി എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമുണ്ട് എന്ന് തോന്നാത്തത് കൊണ്ട് തന്നെ വൈശാഖ് അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തെല്ലാമോ അവൻ്റെ മനസ്സിൽ തിങ്ങി വിങ്ങി. തളർച്ചയോടെ കട്ടിലിലേക്ക് ഇരുന്നു പോയിരുന്നു വൈഗ. അവൾക്കും എന്തു വേണം എന്ത് ചെയ്യണം എന്നതിന് ഒരെത്തും പിടിയുമില്ലായിരുന്നു. ഹരിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ട് അവൾക്ക്. പക്ഷേ ആൾക്കാകെ വയ്യാതിരിക്കുവാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി. അങ്ങനെ ചിന്തിച്ചപ്പോൾ അവനെ വിളിക്കണ്ട എന്ന് തന്നെ കരുതി വൈഗ. തൻ്റെ ഫോണിലേക്ക് വരുന്ന പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോള് കണ്ടതും ഹരി സംശയത്തോടെ അതിലേക്ക് നോക്കി. ഹലോ. ആരാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ സംശയത്തോടെയാണ് ഹരി സംസാരിച്ചു തുടങ്ങിയത് തന്നെ. ഹരിനാരായണനല്ലേ? മറുവശത്തു നിന്നുള്ള ശബ്ദം തനിക്ക് പരിചയമുള്ള ആരുടെയോ ആണെന്ന് ഹരിക്ക് മനസ്സിലായിരുന്നു. അതെ, ആരാണ്? ഞാൻ വൈശാഖാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ വൈഗയുടെ ഏട്ടനാണ്. അവനാണെന്ന് കേട്ടപ്പോൾ തന്നെ ഹരിക്ക് എന്തോ സംശയം തോന്നാതിരുന്നില്ല. എന്താ വിളിച്ചത്? എനിക്ക് തന്നെ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കാനുണ്ട്. സംതിങ് സീരിയസ് റിലേറ്റഡ് ടു വൈഗ, റൈറ്റ്? വൈശാഖ് പറഞ്ഞു നിർത്തിയതും ഹരി അവനോട് തിരികെ ചോദിച്ചു. വൈശാഖ് അതെ എന്ന് പറഞ്ഞു. വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഫോൺ വെച്ച് കഴിഞ്ഞതും എങ്ങനെയെങ്കിലും അച്ഛനെ അറിയിക്കാതെ തന്നെ ഈയൊരു കാര്യം പരിഹരിച്ച് വൈഗയെ എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമായിരുന്നു വൈശാഖിൻ്റെ അന്നേരത്തെ ചിന്ത. കാരണം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം എങ്ങനെയായിരിക്കും മാറുക എന്നുള്ളത് വൈശാഖിന് പോലും പിടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം തൻ്റെ കൈകളിൽ തന്നെ ഒതുക്കി തീർക്കുന്നതാണ് നല്ലതെന്ന് അവൻ ചിന്തിച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞതും ഹരി ഒന്ന് നിശ്വസിച്ചു. എന്തോ പ്രശ്നം അവളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നവന് മനസ്സിലായി. അത് അവളോട് വിളിച്ച് ചോദിക്കാമെന്ന് കരുതിയവൻ. പക്ഷേ ഇനി അവളുടെ ഏട്ടൻ തന്നെ വിളിച്ചു എന്നറിഞ്ഞാൽ അവൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കും. അതുകൊണ്ട് അവളോട് ഇക്കാര്യം പറയേണ്ടെന്ന് തന്നെ ഹരിയും തീരുമാനിച്ചു. വൈകുന്നേരം പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തു. എന്താ കാണണമെന്ന് പറഞ്ഞത്? മുന്നിൽ നിൽക്കുന്ന വൈശാഖിനോട് ഹരി സ്വാഭാവികമായിട്ട് തന്നെ കാര്യം തിരക്കി. കാര്യം എന്താണെന്ന് എന്നിലും നന്നായിട്ട് നിനക്കറിയാം. ദെൻ വൈ ദിസ് ഡ്രാമ? വൈശാഖ് അവനോട് തിരികെ ഒട്ടും മയമില്ലാതെയാണത് ചോദിച്ചത്. എന്ത് ഡ്രാമ? നീയാണ് എന്നെ കാണണമെന്ന് പറഞ്ഞു വിളിച്ചത്. എന്നിട്ട് കാരണം ചോദിച്ചപ്പോൾ ഡ്രാമയാണെന്നോ? നീയും എൻ്റെ അനിയത്തിയും തമ്മിൽ എന്താ ബന്ധം? ദേഷ്യമായിരുന്നു വൈശാഖിൻ്റെ ശബ്ദത്തിൽ മുഴുവൻ. അത് അവളോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അവൾ തന്നെ പറഞ്ഞു തന്നേനെ നിനക്ക്. നിസ്സാരമായിട്ട് തിരികെ പറഞ്ഞിരുന്നു ഹരി. അവളുമായിട്ട് നിനക്കുള്ളത് എന്ത് തരത്തിലുള്ള ബന്ധമായാലും അതിപ്പോൾ തന്നെ നിർത്തിയേക്ക്. അതൊട്ടും നല്ലതിനല്ല. അത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. എൻ്റെ പെങ്ങളുടെ കാര്യം ഞാനല്ലാതെ പിന്നെ ആരന്വേഷിക്കേണ്ടത്? വൈശാഖിൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു പോകുന്നുണ്ടായിരുന്നു. വൈഗ ഹരിയെ സ്നേഹിക്കുന്നത്, കൂടാതെ ഇപ്പോൾ ഉള്ള ഹരിയുടെ അത്ര കൂസലില്ലാത്ത ഭാവം എല്ലാം കൂടി ആയതും അവനാകെ ദേഷ്യമാണ് വന്നത്. നിന്റെ പെങ്ങളുടെ കാര്യം നീ അന്വേഷിച്ചോ? അതിന് ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ അതിന് ഞാനെന്ത് വേണമെന്നാണ് നീ പറയുന്നത്? നീ എൻ്റെ പെങ്ങളെ സ്നേഹിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നിന്നെപ്പോലെ ഒരുത്തിന് ഒരിക്കലും ഞാൻ എൻ്റെ പെങ്ങളെ വിവാഹം ചെയ്ത് കൊടുക്കില്ല. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഉറപ്പുള്ളതുപോലെ ആയിരുന്നു. അവളെ അല്ലാതെ മറ്റാരെയും ഞാനും വിവാഹം കഴിക്കില്ല. അതിലും വലിയ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയുള്ള ഭാവത്തിൽ ഹരിയും തിരികെ പറഞ്ഞു. ഇതിൻ്റെ പേരിൽ എന്താണ് ഇനി വരാൻ പോകുന്നതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞതെന്ന് അറിയേണ്ടതില്ലല്ലോ. വൈശാഖ് തിരികെ അവനോട് പുച്ഛത്തോടെ ചോദിച്ചു. വേണ്ട, നീയായിട്ട് എനിക്കൊന്നും പറഞ്ഞു തരണമെന്നില്ല. അതെല്ലാം നേരിടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതിന് അവൾ എൻ്റെ കൂടെ ഉണ്ടാവും, മറ്റാരില്ലെങ്കിലും. അത് മാത്രം മതി എനിക്ക്. അതിന് അവൻ ഹരിയെ ഒന്ന് പുച്ഛിച്ചു. ശേഷം പറഞ്ഞു, നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല ഞാൻ, ഓർത്തോ അത്. വൈശാഖ് ഹരിക്കരികിൽ വന്ന് മുരൾച്ചയോടെ തറപ്പിച്ച് അവനോട് പറഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.